നമ്മോടൊപ്പം ചേരുകയാണ് സാർ. കഴിഞ്ഞ ദിവസം തന്നെ ഈ ഒരു വിഷയം ഉണ്ടായപ്പോൾ തന്നെ അങ്ങയുടെ പ്രതികരണങ്ങളെല്ലാം തന്നെ വന്നിരുന്നു. ഒപ്പം ഇപ്പോൾ പ്രതിയെ പിടിച്ചിരിക്കുകയാണ്. എന്തായാലും അന്വേഷണ സംഘത്തിന് അഭിമാനകരമായിട്ടുള്ളൊരു നേട്ടമായിട്ട് തന്നെ ഇതിനെ വിലയിരുത്താമല്ലോ. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? തീർച്ചയായിട്ടും ഈ കേസ് നടന്നതിന് ശേഷം കേരള പോലീസ് വളരെ സത്വരമായ അന്വേഷണ നടപടികൾ സ്വീകരിക്കുകയും ഈ പ്രതിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ശക്തമായ അന്വേഷണങ്ങളും അതിനുള്ള പരിശോധനകളും വിശകലനങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഏറെക്കുറെ കേരള പോലീസിന് തന്നെ ഈ വ്യക്തി തന്നെയാണ് ഈ കേസ് ചെയ്യപ്പെട്ടത് എന്ന് ബോധ്യപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് പോലീസ് വലിയ കോലാഹലങ്ങളും ബഹളങ്ങളും ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ ഈ ഒരു വ്യക്തിയിലേക്ക് അന്വേഷണം കേന്ദ്രീകരിക്കുന്ന ഒരു സ്വഭാവമാണ് പ്രദർശിപ്പിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ ഈ വ്യക്തി രക്ഷപ്പെടാനും ഈ വ്യക്തിക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നുള്ള ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ എന്തായാലും ശരി, പൊള്ളലായതുകൊണ്ട് അദ്ദേഹം ഏതെങ്കിലും രീതിയിൽ ആശുപത്രിയിൽ പോയി ചികിത്സ തേടാതെ പറ്റില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ആ സംവിധാനങ്ങളൊക്കെ സെൻട്രൽ ഏജൻസിയുടെ സഹായത്തോടുകൂടി നടത്തുകയും പിന്നെ ഈ വ്യക്തിയുടെ അഡ്രസ്സും വിവരങ്ങളും കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഇവര് സെൻട്രൽ ഏജൻസിയുടെ വളരെ വിശാലമായ ഒരു ക്രിമിനൽ ഡേറ്റാബേസ് ഉണ്ട് അവർക്ക്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ ഡേറ്റാബേസിൽ ഈ വ്യക്തിയെ സംബന്ധിച്ചുള്ള അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനും ഇദ്ദേഹം തീവ്രവാദ ബന്ധവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് എന്നുള്ളത് ബോധ്യപ്പെടുകയും അതിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ തീവ്രവാദ സംവിധാനങ്ങളെയും അറിയിക്കുകയും അറിയിച്ച് ഇവിടെ നിന്ന് എന്തായാലും ശരി ഈ വ്യക്തിക്ക് ഇത്രയും പൊള്ളലേറ്റ അദ്ദേഹത്തിന്റെ കാലിലൊക്കെ തീ ആളിക്കത്തുന്നതായിട്ട് കണ്ടു എന്നൊരു ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ അദ്ദേഹത്തിന് പെട്ടെന്ന് സ്വയമായ രീതിയിൽ മറ്റു രീതിയിൽ രക്ഷപ്പെടാൻ പറ്റില്ല. ട്രെയിനിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ അദ്ദേഹം എവിടെയെങ്കിലും ചെന്നതിന് ശേഷം മറ്റു രീതിയിൽ രക്ഷപ്പെടാനുള്ള സാധ്യതയാണ് പോലീസും മനസ്സിലാക്കിയിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുകയും അങ്ങനെ കൊങ്കൺ പാതയിലാണല്ലോ കൂടുതൽ പോകാൻ സാധ്യതയുള്ളത്. അതനുസരിച്ച് അന്വേഷണം നടത്തിയതിന്റെ ഭാഗമായിട്ട് ഇങ്ങനൊരു വ്യക്തി അവിടെ ഹോസ്പിറ്റലിലെത്തിയതിന്റെ പെട്ടെന്ന് അവിടെ നിന്ന് വിട്ടുപോവുകയും ചെയ്തപ്പം ഹോസ്പിറ്റലുകാർക്ക് ഈ വ്യക്തിയുടെ ഈ രോഗലക്ഷണങ്ങളുടെ ഇതിനകത്ത് സംശയം തോന്നുകയും അത് പോലീസിനെ അറിയിക്കുകയും ചെയ്തു. പോലീസ് അതിനുവേണ്ടി പെട്ടെന്ന് സത്വരമായി അത് ഇടപെടുകയും ഈ വ്യക്തിയെ അവിടെ നിന്ന് കണ്ടുപിടിക്കാനും അറസ്റ്റ് ചെയ്യാനും എന്നുള്ളതാണ്. എന്തായാലും കേരള പോലീസ് വളരെ സത്വരമായി ഇടപെട്ട് ഈ വ്യക്തി ആയിരിക്കാനുള്ള എല്ലാ സാധ്യതകളും മനസ്സിലാക്കി ആ വിവരം കൊടുക്കുകയും അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ മറ്റ് സെൻട്രൽ ഏജൻസി ഉൾപ്പെടെയുള്ള ATF വിഭാഗങ്ങളെല്ലാം ഉൾപ്പെടെയുള്ള സഹായത്തിന്റെ പശ്ചാത്തലത്തിൽ ഇദ്ദേഹത്തിന് പിടിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ ആശ്വാസം കിട്ടുന്ന കാര്യമാണ്. ഇപ്പൊ കേരളത്തിലെ ഇത് വലിയൊരു ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ ഗൗരവതരമായ രീതിയിൽ ഇനി ഈ തീവ്രവാദികളെ കാണാനുള്ള ഒരു സാഹചര്യം പരിഹരിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണമെന്നാണ് തോന്നുന്നത്. മതിയായിട്ടുള്ളൊരു സുരക്ഷയുടെ ഒരു അഭാവം ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യം തന്നെയല്ലേ ട്രെയിൻ യാത്രകളിൽ? കാരണം അത്തരത്തിൽ വലിയ രീതിയിൽ രാജ്യത്തിന് അല്ലെങ്കിൽ സർക്കാരിന് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സംവിധാനം, പക്ഷേ മതിയായിട്ടുള്ള സുരക്ഷ അതിൽ നൽകുന്നതിന് സാധിക്കുന്നില്ല. ആ ഒരു രീതിയിലുള്ള ചർച്ചകൾ ഇപ്പോൾ പൊതുവിൽ ഉയർന്നു വരുന്നൊരു സാഹചര്യമാണ്. അതിൽ എത്രത്തോളം വാസ്തവമുണ്ട്? അതിൻ്റെ ഏത് തരത്തിലുള്ള നടപടികളാണ് ഒരു പക്ഷേ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് അങ്ങനെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കേണ്ടത്? തീർച്ചയായിട്ടും എല്ലാ ആധുനികമായിട്ട് പുതിയ പുതിയ ട്രെയിനുകൾ വരുന്നതിനകത്തിലൊക്കെ ഒരുപാട് CCTV ഒരു CCTVയുടെ റെക്കോർഡിംഗ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വേറെ ക്യാമറ വെച്ച് അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ മൾട്ടി പേസ്റ്റ് റെക്കോർഡിംഗ് സിസ്റ്റം ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാ ട്രെയിനുകളിലും വെച്ചില്ല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു വീഴ്ചയാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു തീവ്രവാദം ഇതുവരെ ആക്രമണം ഇവിടെ റെയിൽവേയിൽ എവിടെയും സംഭവിക്കാത്തത്, ഓടുന്ന ട്രെയിനിൽ പ്രത്യേകിച്ചും സംഭവിക്കാത്തത് കൊണ്ട് ആ ഭാഗം ചിലപ്പം അത്ര ഗൗരവമായിട്ട് പരിഗണിക്കുകയും അതുപോലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടില്ല. ഇനിയും അടിയന്തരമായിട്ട് എന്തായാലും റെയിൽവേയെ സംബന്ധിച്ച് ഇതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. മറ്റ് ഏജൻസികളൊക്കെ ക്യാമറ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ 4 ദിവസം കഴിഞ്ഞ് നോക്കാൻ ആളില്ലാതെ പോകും. പക്ഷേ റെയിൽവേക്ക് കൃത്യമായിട്ട് മെയിൻ്റനൻസ് സൗകര്യങ്ങൾ ഉള്ളതുകൊണ്ട് റെയിൽവേ അത് ഫലപ്രദമായി എല്ലാ പാസഞ്ചർ വാഹനങ്ങളിലും ഇതേമാതിരി സംവിധാനം ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ ഉണ്ടാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അല്ലാണ്ട് ഇനി പിടിച്ചേക്കാൻ പറ്റില്ല. ആളുകളെ സംബന്ധിച്ച് ആളുകൾ ഇതിന് മറവിളി കൂട്ടും. പ്രത്യേകിച്ച് ആളുകളെ സുരക്ഷിതം ഉണ്ടാകുന്നൊരു ബോധ്യം ഉണ്ടാക്കണമെങ്കിൽ ഇതൊക്കെ അടിയന്തരമായിട്ട് ചെയ്തേ പറ്റുള്ളൂ. എന്തായാലും ഇതിന്റെ അഭാവം വളരെ കൂടുതലുണ്ട്. ആ അഭാവമാണ് ഇതിനെ വളരെ മനസാന്നിധ്യത്തോടുകൂടി ധൈര്യത്തോടുകൂടി ഈ വ്യക്തിക്ക് ഇതേമാതിരി
ഒരു ആക്രമണം ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ പശ്ചാത്തലത്തിൽ ഇത് ഗൗരവമായ സുരക്ഷിത സംവിധാനം വീഴ്ചയായിട്ട് കണക്കാക്കി അതിന് പരിഹാരം തീർച്ചയായിട്ടും ഉണ്ടാകും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അങ്ങ് കഴിഞ്ഞ ദിവസം തന്നെ ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ അങ്ങ് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു, ബാഗ് ട്രാക്കിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഒരു രീതി, അത് പോലീസിനെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടിയിട്ട്, അന്വേഷണത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. അതെല്ലാം മറികടക്കാൻ നമ്മുടെ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കുന്നത്? അത് ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത രീതിയിൽ ഒരു സംഭവമാണ്. നമ്മൾ ഒരുപക്ഷെ ഇതിനു മുമ്പ് അത്തരത്തിലൊരു സംഭവങ്ങളൊന്നും അതിനെ കേട്ടുകേൾവി പോലുമില്ല. പക്ഷേ ആദ്യമായിട്ട് അത്തരത്തിലൊരു സംഭവം ഉണ്ടായപ്പോൾ അതിനെ അത്ര തന്നെ പ്രാധാന്യത്തോടെ രാജ്യം മുഴുവൻ നോക്കി നിൽക്കുന്ന ഒരു കേസാകുന്ന ആ ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ കേരളത്തിലെ നമ്മുടെ ഇപ്പോഴത്തെ ഈ അന്വേഷണ സംഘം അവർ പുലർത്തിയിട്ടുള്ള ജാഗ്രത, അതിനെ അങ്ങ് എങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത്? തീർച്ചയായിട്ടും അവരുടെ ജാഗ്രതയാണല്ലോ ഇത്ര പെട്ടെന്ന് ഈ വിവരങ്ങൾ എല്ലാ ഏജൻസിയെ അറിയിക്കുന്നു, ഏജൻസിയെ സഹകരണം തേടുകയും ഇത് ഒരു ട്രെയിനിലുണ്ടായ അക്രമമായതുകൊണ്ട് ഒരു ദേശീയ പ്രശ്നമാണ്. ദേശീയ ഏജൻസികൾക്കാണ് ഇതിൽ കൂടുതൽ ഗൗരവമായിട്ടുള്ള, റെയിൽവേ മന്ത്രാലയത്തിന് അതിനേക്കാൾ ഗൗരവതരമായ ഒരു ചോദ്യചിഹ്നമാണ് ഇത്. അവരുടെ നിലനിൽപ്പിന്റെ തന്നെ പ്രശ്നമാണിത്. അതുകൊണ്ട് എല്ലാ ഏജൻസികളും കേരള പോലീസ് അടിയന്തരമായി ഇടപെടുകയും അവര് ചെയ്ത കൃത്യ നിർവഹണത്തിന്റെ ഭാഗമായിട്ട് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ചെയ്യുന്നത്. പോലീസ് ആദ്യം തന്നെ ഈ ബാഗ് തിരസ്കരിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. ഞാൻ എന്തായാലും ആ ബാഗിലുള്ള വിവരങ്ങള് അതാണ് ഏറ്റവും ആദ്യം അന്വേഷിക്കേണ്ടതും അതിനകത്തിൽ നിന്ന് കിട്ടാൻ സാധ്യതയില്ല എന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരാളാണ്. തന്നെയല്ല, ഈ വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അവിടെ നിന്ന് പരിക്കേറ്റിരിക്കുന്നു, പൊള്ളലേറ്റിരിക്കുന്നു. ആ പൊള്ളലേറ്റ വ്യക്തി രക്ഷപ്പെടാൻ പോകുന്ന അവസരത്തിൽ ശരീരത്തിന്റെ സുരക്ഷിതമാണോ, അദ്ദേഹത്തിന് ഇതേമായി ഇപ്പം നമ്മൾ ചിത്രം കാണുന്നതിൽ അദ്ദേഹത്തിന്റെ കണ്ണിൽ വരെ പെട്രോൾ വീണ് തീരെത്തിയിരിക്കുന്നു. എന്തായിരിക്കും അവരുടെ അവസ്ഥ എന്ന് നമുക്ക് ആലോചിക്കാം. അദ്ദേഹം അപ്പം വേറെ ഏതെങ്കിലും ബാഗ് നോക്കാനോ ഫോൺ നോക്കാനോ ഒക്കെ പോവോ? ഇട്ടിട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. അതുകൊണ്ട് അത് വളരെ ഗൗരവത്തോടുകൂടി അന്വേഷിക്കണമെന്ന അഭിപ്രായക്കാരനാണ് ഇന്നും ഞാൻ അത് തന്നെയാണ്. അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത് പെട്ടെന്ന് കിട്ടിയത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇയാളാകാനുള്ള എല്ലാ സാധ്യതയുണ്ടെന്ന് പോലീസ് വിവരം കൊടുത്തതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത് നടന്നിരിക്കുന്നത്. എന്തായാലും അത് ഗൗരവതരമായിട്ട് തന്നെ പോലീസ് കൈകാര്യം ചെയ്തു എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കേരള പോലീസിന്റെ വിജയം കൂടിയാണ് എന്ന് നമുക്ക് അവകാശപ്പെടാം. വളരെ നന്ദി ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.